സോ തമിഴില് സകലമാന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് കൊടുത്തോ. അതിലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ആണ് വദന്തി സീസൺ 1 ദ ഫേബിൾ ഓഫ് വെലോണി. രണ്ടും ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. രണ്ടിനും 8 എപ്പിസോഡ് ഉണ്ട്. പക്ഷെ ഇന്നേ വരെ വദന്തി എന്താണ് ഏതാണെന്ന് അറിയാത്തവരാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് സീസൺ ഇരുന്ന് കാണാം. ഫസ്റ്റ് സീസൺ കണ്ടാലേ സെക്കൻഡ് സീസൺ മനസ്സിലാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് സീസൺ കണ്ടു കഴിഞ്ഞാൽ വദന്തിയുടെ പാറ്റേൺ മനസ്സിലാവും. അത് ഇഷ്ടമായ മാത്രം ഇതിന്റെ സെക്കൻഡ് സീസൺ കണ്ടു നോക്കിയാൽ മതി. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സോ സീസൺ 1 നമ്മുടെ SJ സൂര്യയാണ് കേസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ട്. സീസൺ 2 അത് ശശികുമാർ. സോ സീസൺ 1 എന്റെ ഫേവറേറ്റ്, സ്റ്റിൽ മൈ ഫേവറേറ്റ് കിട്ടു സാധനമായിരുന്നു. അത് ഇത്രയും ഒരു പീപ്പിൾ അക്സെപ്റ്റൻസ് നേടാനുള്ള മെയിൻ റീസൺ ക്ലൈമാക്സിലുള്ള ട്വിസ്റ്റ് ആണ്. ദാറ്റ് വാസ് അൺപ്രഡിക്റ്റബിൾ. സോ ഒരു 8 വരി പാതയുടെ ഉദ്ഘാടന സമയത്ത് JCB വെച്ച് മണ്ണ് തോണ്ടുമ്പോ സ്കെൽട്ടൺ കിട്ടും. അതിൽ ഒരു സ്കെൽട്ടണിൽ കൈയില്ല. പിന്നീട് ഇത് രണ്ടും ആണിന്റെ സ്കെൽട്ടൺ ആണോ പെണ്ണിന്റെ സ്കെൽട്ടൺ ആണോ, കൈ ഇല്ലാത്തത് ജന്മനാ കൈ ഇല്ലാത്താണോ അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് കൈ പോയതാണോ, ഇത് ആരുടെയൊക്കെയാണ്, ഇതൊക്കെ കണ്ടുപിടിക്കുന്ന സീരീസ് ആണ് വദന്തി സീസൺ 2. ഈ സീരീസ് കാണുന്ന മുമ്പ് ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഇത് മറ്റേ യൂഷ്വൽ ക്രൈം ത്രില്ലേഴ്സ് പോലെ സീറ്റ് ഓഫ് ദി എഡ്ജ് പരിപാടിയല്ല. ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്, നമ്മൾ പറയില്ലേ പോലീസ് പ്രൊസീജറൽ, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനത്തെ സീരീസ് ഒക്കെ കാണണം എന്നുള്ളവരാണെങ്കിൽ യു ഷുഡ് ട്രൈ. സീസൺ 1 വെച്ച് നോക്കുമ്പോൾ സീസൺ 2 അതിന്റെ 7 അയലത്തില്ല. സ്റ്റിൽ ദിസ് ഇസ് എൻ ആവറേജ് സീരീസ്. ഒരു ആവറേജ് ആയിട്ടുള്ള സീരീസ്, ഒട്ടും മോശമല്ല. മോശം എന്നൊന്നും പറയില്ല, അപരാധം എന്നൊന്നും പറയാൻ പറ്റില്ല. സീസൺ 1 വെച്ച് നോക്കുമ്പോൾ ഇത് എവിടെയും എത്തിയിട്ടില്ല. ഇതിന്റെ ആദ്യത്തെ 6 എപ്പിസോഡ് നൈസാണ്. ആദ്യത്തെ 6 എപ്പിസോഡ് നല്ല ത്രില്ലടിപ്പിക്കുന്ന, ടുവേർഡ്സ് എൻഡ് 6 എപ്പിസോഡിലും അത്യാവശ്യം ട്വിസ്റ്റ് ഒക്കെ ഉള്ള നല്ലൊരു സീരീസ് ആയിരുന്നു. അവസാന 2 എപ്പിസോഡ് തട്ടിക്കൂട്ട് സാധനമായിരുന്നു. ഈ ട്വിസ്റ്റിക്ക് മേലെ ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെ തട്ടിക്കൂട്ടി പണി വെച്ചിട്ടുണ്ട്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഈ കില്ലിങ്സ് നടത്താനുള്ള മോട്ടീവാണ്. അത് ഹാഫ് കുക്ക്ഡ് ആണ്. ഹാഫ് കുക്ക്ഡ് സാധനമാണത്. തട്ടിക്കൂട്ടി എടുത്തു വെച്ച സാധനമാണത്. ഇന്നേ വരെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ഇത്ര DNA സാമ്പിൾ പരിശോധന ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ തുമ്മിയാലും പിടിച്ചാലും എല്ലാ DNA സാമ്പിൾ പരിശോധനയും. ശശികുമാർ അല്ല അതിലത്തെ ഷോ സ്റ്റീലർ. പെർഫോമൻസ് വൈസ് മണി പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പയ്യൻ കിഡു പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ശശികുമാർ കൈൻഡ് ഓഫ് ആവറേജ് പെർഫോമൻസ്. അങ്ങേരെ യൂഷ്വൽ നിഷ്കളങ്കത തന്നെയാണ്. ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ലോക പോലീസിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയും നിഷ്കളങ്കതയാണ്. മേ ബി അങ്ങേരെ കൊണ്ടുവന്നിട്ട് താടിയൊക്കെ വെച്ചിട്ട് കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും.